അസ്സലാമലൈക്കും. ഇത് കുറച്ച് താമസത്ത് നടന്നിരുന്നു. അതിൻ്റെ ചൂടുണ്ട്. പക്ഷെ മൊബൈൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ പുറത്തൊക്കെ മൊബൈൽ നോക്കുമ്പോൾ 44 ഡിഗ്രിയാണ് കണ്ടത്. 44 മൊബൈൽ കാണിക്കുന്നത് എന്തായാലും 50 അടുത്തുണ്ടാവും എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഞാൻ ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കുറേ നാളായി ഹവലിൽ താമസിച്ചിരുന്നു. അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ ഒരു മ്യൂസിയം കണ്ടില്ല. അപ്പം ഇന്ന് ഞാൻ വിളിച്ച് നമുക്ക് അവിടത്തേക്കൊന്ന് പോയി ആ മ്യൂസിയം ഉള്ളിൽ കയറാമെന്ന് വെച്ചാൽ. കാരണം ഇപ്പോൾ വേറെ ഫ്രീ ടൈമാണ്. അപ്പോൾ അവരുടെ ടൈമിങ് നോക്കുമ്പോൾ അവിടുത്തെ ടൈം 9 to 1, പിന്നെ വരുന്നത് 4 to 9:30 വരെ ഉണ്ട് നൈറ്റ്. അപ്പോൾ നമുക്ക് മോർണിംഗ് എന്തായാലും ചൂട് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈവനിങ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകേണ്ട പ്ലാൻ തന്നെയാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ പോയേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫർവാനിയിലല്ലേ. അപ്പോൾ ഫർവാനി നമ്മൾ അവിടത്തേക്ക് 1/2 hour ട്രാവൽ. അപ്പം എന്തായാലും മോർണിംഗ് പ്ലാൻ നടക്കില്ല വിചാരിച്ചിട്ട് ഇപ്പോൾ ഈവനിങ്ങിലാക്കി. അപ്പോൾ ഞാൻ അവിടെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ 66 നമ്പർ ബസ് എടുത്തെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും. ബസ് വരുന്നുണ്ട്. ഇതാണ് അടുത്ത ബസ് സ്റ്റോപ്പ്. ഇതുപോലെ ഉണ്ടാവും ബസ് സ്റ്റോപ്പ്. അപ്പോൾ അതിന് നമ്പർ ചെയ്തിട്ടുണ്ടാവും. ഏതെല്ലാം ബസ് ഏതാ നമ്പർ ചെയ്തിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 66 നമ്പറാണ്. അപ്പോൾ അതിന് ബസ്സിൽ കാത്തുക്കുന്നുണ്ടായതാണ്. അത് ഞാൻ ടാബ് ലാബ്സ് എടുക്കുന്ന ടൈമിലാണ് ആ ഫോണ് വാണിംഗ് കാണിച്ച് ഫോട്ടായി കൂൾ പ്ലേസ് കൊണ്ടുവരുന്നത്. ബസ് വരുന്നുണ്ട്. അതാണ് ബസ് 66 നമ്പർ. ഫോണിപ്പോൾ വാണിംഗ് ചെറുങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് മറ്റേ സ്റ്റോപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതിന് കൂൾ പ്ലേസിലേക്ക് കടക്കാൻ उधर करा है अब हवली വലിയൊരു ടൂറിസ്റ്റ് സ്ട്രീറ്റ് ആണ്. മറ്റേ എയ്സ്, ഓൺ കോസ്റ്റ്, പിന്നെ സിറ്റി സ്റ്റാർ, ഇതിൻ്റെ മുമ്പിൽ ചെറിയ റോഡുണ്ടാവും ABKൻ്റെ സൈഡായിട്ട്. അതിലൊരു 5 minutes വാക്ക് ചെയ്യണം എന്തായാലും. ഇപ്പോൾ ബസ്സിൽ വന്നുള്ളതാണ്. ടാക്സി ആണെങ്കിലല്ല. ടാക്സി ഇപ്പോൾ ഫർവാനിയാണ് വരുന്നുണ്ടെങ്കിൽ മാത്രമാണിത്. അവിടെ നിന്ന് ഒരു 5 minute മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാണ് ആ മ്യൂസിയം. ഇതാണ് ആ മ്യൂസിയം വരുന്നത്. അപ്പോൾ എൻട്രൻസ് അവിടെ ആയിരിക്കണം ഫസ്റ്റ്. അവിടെയാണ് എൻട്രൻസ് വരുന്നത്. അത് വരുന്ന മ്യൂസിയം. പിന്നെ ഒരു കാര്യം, ഞാനിത് അടുത്തെത്താനാകുമ്പോൾ ഒരു ചങ്ക് തകരുന്ന കാര്യം കണ്ട് ഞാൻ ഇത്രയെല്ലാം ചൂടത്ത് ഇവിടെ നടന്നിട്ട് വന്ന് സ്ഥലം പിടിച്ച് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് പിന്നെ നടന്ന് തളർന്ന് ഈ വെയിലത്ത് അവസാനം നോക്കുമ്പോൾ ഡോർ അടച്ചിട്ടല്ലേ. ടൈമിങ് റെഡി ചെയ്തിട്ട് ചങ്ക് തകർന്നു ഫസ്റ്റ് ഇത് കാണുമ്പോൾ. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഇതെല്ലാം എൻട്രൻസ്, എനിക്ക് എൻട്രൻസ് വേറെ ഉണ്ട്. ഇത് ടൈമിങ്ങിലുണ്ട്. അപ്പോൾ ടൈമിങ്ങിൻ്റെ ബോർഡ്. അപ്പോൾ ആദ്യം ഇതാണ് എൻട്രൻസ് ഉണ്ടായത്. ഇത് ബൈത്തുൽ ഉത്തൂമ മ്യൂസിയം. അപ്പം ടൈമിങ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ മനസ്സിലായി ഇതല്ല, ഇതിൻ്റെ ഈ ഭാഗത്താണെന്ന്. അതിന് പിന്നെയാണ് കുറച്ച് മനസ്സമാധാനമായത്. കാരണം ഇത്ര കഷ്ടപ്പെട്ട് പുറത്തത്തെ കുറച്ച് വ്യൂസാണ്. പക്ഷേ അതെല്ലാം കാണുന്ന ഒറിജിനൽ കേട്ടോ. അതെല്ലാം ഡ്രില്ലിങ്, ഇതെല്ലാം ഒറിജിനൽ ഇതാണ്. ഇതെല്ലാം എന്തുവാണ്? ഡ്രില്ലിങ് ഹെഡ് കുഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. നമ്മൾ പൈപ്പിൻ്റെ ഈവനിങ് ടൈം ആയതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഷൂട്ട് എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നൈറ്റ് ആകാനായി ഏകദേശം. അപ്പോൾ നൈറ്റ് ആകുന്നതിന് മുമ്പ് ഉള്ളിൽ കിടക്കണം. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതല്ല എൻട്രൻസ്, ഇതാണ് എൻട്രൻസ്. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. മുമ്പ് ഇറാഖും കുവൈത്തും യുദ്ധം ഉണ്ടായ ടൈമിന് അവർ അല്ല കഴിഞ്ഞ ശേഷം അവർ ഇവിടെ ഉപേക്ഷിച്ച് പോയ സാധനങ്ങളായത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസ്. ആങ്കറാണ്
പക്ഷേ ഇതിൽ പറഞ്ഞ കേട്ട കഥയാണ് കേട്ടോ. ഇതെല്ലാം വന്ന് ഇറാഖും കുവൈത്തും യുദ്ധത്തിൻ്റെ ആ ടൈം അവർ ഉപേക്ഷിച്ച് പോയതാണ്. ആ കഴിഞ്ഞ ശേഷമല്ലേ. ഇതൊരു ടാങ്കർ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സൈഡാണ് ഈ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എൻട്രൻസ് അപ്പോൾ ഇവിടെ ഒരു ഏരിയയാണ് കുറച്ച് ചാർജ് വരുന്നത്. ശുക്രൻ എടുക്കുന്നതിൻ്റെ ഇപ്പുറം തന്നെ കേട്ടോ. അത് ഉള്ളിൽ കയറുന്ന ഡോറുണ്ട്. ഇത് കയറുന്ന കാഴ്ചയാണിത്. കയറുമ്പോൾ എൻട്രൻസ് വരുന്ന അതാണ് ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അതിൻ്റെ കുറച്ച് ഷോർട്സിനാണ് കാണിച്ചത്. അവിടുത്തെ പക്ഷേ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഡെമോ. പക്ഷേ ഇതായിരിക്കില്ല, ഇതിൻ്റെ ഇതുമാതിരി മോഡലിൽ ചെയ്തതായിരിക്കും. അതിന് ശേഷം വരുന്നതാണ് ഈ എയർപോർട്ടിൻ്റെ ചെറിയൊരു പിക്ചേഴ്സ് ഉണ്ട്. മുമ്പ് എയർപോർട്ട് 1949 ഇതുമാതിരിയാണ് അതിൻ്റെ പതിച്ചൊരു ഡെമോ ചോദിച്ചിട്ടുണ്ട്. കുവൈത്ത് കമ്പനി കുവൈത്തിൽ ഫ്ലൈറ്റിലായിട്ടുള്ള എന്നാണ് ഫസ്റ്റ് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വർക്ക് ചെയ്താണ് പറഞ്ഞത്. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ കുവൈത്ത് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഫസ്റ്റ് അവർ ആ സീറ്റിൻ്റെ ഡെമോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആ ഫ്ലൈറ്റിൽ അവർ പിക്ചേഴ്സ് ഹെയർ അസിസ്റ്റ് ഡ്രസ്സിൻ്റെ ഇതിലിപ്പോൾ കാണാൻ ഇങ്ങനത്തെ ഇപ്പേ കാണാൻ പറ്റിയത്. അല്ല ഇപ്പം ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ അതിന് ചെറിയൊരു ഡെമോയാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുവൈത്ത് എയർവേസ് ഉണ്ടായത്. അതുപോലെ അതിൻ്റെ ചെറിയ വർക്ക്സ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ടിക്കറ്റാണിത്, ഫ്ലൈറ്റ് ടിക്കറ്റാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടല്ലോ, പാസഞ്ചർ ടിക്കറ്റ്, ബാഗിങ് ചെക്കിങ് എല്ലാം ഉണ്ട്. കുവൈത്ത് എയർവേസ് ഫസ്റ്റ് എയർപോർട്ടിൽ ചെറിയ പിക്ചേഴ്സ്. ആ ടൈമിൽ എല്ലാ ചെറിയ എയർക്രാഫ്റ്റ് ആ ടൈമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതൊന്നും പറഞ്ഞാൽ അറിയില്ല. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അത് കുവൈത്ത് എയർവേസിൻ്റെ മുമ്പത്തെ പഴയ അവർ യൂസ് ചെയ്ത ഐറ്റംസ് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അത് കുറച്ചും കൂടെ വേറെ റൂംസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. അതിന് ശേഷമായിട്ട് വരുന്നത് പറഞ്ഞെങ്കിൽ അടുത്ത റൂമാണ്, അടുത്ത കറൻസിൻ്റെ കുവൈത്ത് കറൻസി. അപ്പോൾ അതിൻ്റെ റൂമാണ് എൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കാം.
പണ്ട് ഉപയോഗിച്ച നാണയങ്ങൾ, കറൻസീസ്, അതെല്ലാം ഇവിടെ ഉള്ളത്. അതിന് ചെറിയ വീഡിയോസ് കാണിച്ചത്, ചെറിയ ഷോർട്സ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മറ്റുള്ള ഡോക്യുമെൻ്റ്, മുമ്പ് ഉപയോഗിച്ച ഡോക്യുമെൻറ്റ്സ്, കറൻസീസ്, പിന്നെ ചെക്ക്, ബാങ്കിൽ ഉപയോഗിച്ച ചെക്ക്, കോയിൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ ഷോർട്സ് ഞാൻ ഇപ്പോൾ ഇതിലെടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോയിൻ യൂസ്ഡ് കുവൈറ്റ് സിൻസ് ബിഗിനിങ്. അപ്പോൾ ആദ്യം കോപ്പർ, സിൽവർ, അങ്ങനെ അത് മാറ്റി സാധനങ്ങൾ വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായത്. പിന്നെ അതൊന്നും മാറിയാണ് പിന്നെ അത് കുവൈറ്റ് ദിനാറായി. പിന്നെ അതിന് മുമ്പ് ഫസ്റ്റ് കുവൈറ്റ് ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ കോയിൻസാണ്, ഇന്ത്യൻ കറൻസിയാണ് ഫസ്റ്റ് അവർ ഉപയോഗിച്ചുകൊണ്ടത്, ഇന്ത്യൻ റുപ്പീസ്. അതിനുശേഷം പിന്നെ അവർ കുവൈറ്റ് ദിനാറിലേക്ക് മാറിയത്. അപ്പോൾ അതിൻ്റെ ചെറിയ കോയിൻസിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. പൈസ, റുപ്പീസ്, ആദ്യം ഉപയോഗിച്ച ഇന്ത്യൻ കോയിൻസ്. അത് നമുക്ക് ഇന്ത്യക്ക് അഭിമാനിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം കുവൈത്തിൽ മുമ്പ് ഉപയോഗിച്ച ഇന്ത്യൻ കറൻസിയാണ്. അതിൻ്റെ ഇന്ത്യൻ റുപ്പീസിൻ്റെ നോട്ട്സിൻ്റെ ഇതുണ്ട്. ഇന്ത്യൻ പേപ്പർ മണി യൂസ്ഡ് 1961. ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ഈ മ്യൂസിയത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. കറൻസീസ് ഈ ഇഷ്യൂ 1961 ഫസ്റ്റ് ഇഷ്യൂ കുവൈറ്റ് കറൻസീസ്. കുവൈറ്റ് കറൻസീസ് ആണല്ലോ. പിന്നെ കോയിനിൽ നിന്ന് മാറി വന്ന് ലാസ്റ്റ് അത് നോട്ടായി. അതിൻ്റെ ഒരു 1 ജനറേഷൻ 2 ജനറേഷനിൽ മാറ്റിക്കൊണ്ടുവന്നു. 3rd ടൈം 2 ടൈം 3 ടൈംസ് ഉള്ളത്. ഇത് തേർഡ് ഇഷ്യൂഡാണ്. ഇത് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത കറൻസിൻ്റെ ഇതാണ് കാണിക്കുന്നതിൽ. ട്രേഡിംഗ് ഈസ് ദി എക്സ്ചേഞ്ച് ടു വൺ കമ്മ്യൂണിറ്റി വിത്ത് അനദർ വിത്ത് നീഡ്സ്. ഇപ്പോൾ ഇത് എക്സാമ്പിൾ, ഒരാൾക്ക് അരി വേണം, ഒരാൾക്ക് ഇപ്പോൾ ഈത്തപ്പഴം വേണം. അപ്പോൾ അവർ മാറ്റി സാധനങ്ങൾ മാറ്റി അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തതാണ് ഫസ്റ്റ് അവർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ വന്ന ഐറ്റംസാണ് ഈ കോയിൻസ്, 8 ടൈപ്പ് ഐറ്റംസ്. ഇത് എക്സ്ചേഞ്ച് ആക്കി സാധനം വാങ്ങുന്നത്. അതിൽ നിന്ന് മാറി ഇന്ത്യൻ കോയിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി, ഇന്ത്യൻ നോട്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ക്യാഷ് കറൻസി ഇറക്കി പിന്നെ ബാങ്കിങ് സിസ്റ്റം വന്നു, ചെക്ക് സിസ്റ്റം വന്നു, കറൻസി നോട്ട് ഇറങ്ങി, പിന്നെ കോയിൻസ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അതെ, അങ്ങനെയാണ് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന ഫുൾ ഇന്ത്യൻ കറൻസി, കുവൈറ്റ് കറൻസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസാണ്. കറൻസിൻ്റെ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്ന റൂമിൽ കാണിക്കുന്ന മുമ്പത്തെ മണവാട്ടികൾ, അവർ കല്യാണ പരിപാടീൻ്റെ കുറച്ച് അവർ മുമ്പത്തെ പോലെ ചെയ്തതാണ്. അവരെ കല്യാണത്തിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ്റെ ഒരു ഡെമോ ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഷെയ്ഖന്മാർ പിക്ചേഴ്സിൻ്റെ റൂമാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ആൾ മുതൽ താഴെ വരില്ല എല്ലാവരും പേരും അവർ എത്ര വർഷം വരെ മരിച്ച് അതെല്ലാം വരുന്നുണ്ട് പിക്ചേഴ്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇതാണ് ആ റൂമിൽ മൊത്തമാണ്.
അവർ എനിക്ക് തോന്നുന്നു ഇത് അവർ തലമുറകളിലെ ഇതായിരുന്നു, ഷെയ്ഖ് ഫാമിലിൻ്റെ തലമുറകളുടെ വീഡിയോസ്. വൈറ്റ് കൺസസ് എഗ്രിമെൻറ്റ് അതിന് ഉൾപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇത്. അപ്പോൾ തമ്മിൽ എഗ്രിമെൻറ്റ് ചെയ്ത് അത് കുറച്ച് എഗ്രിമെൻറ്റ് പേപ്പർ അമീറുകൾ എഗ്രിമെൻറ്റ് ചെയ്ത ചില കരാറുകൾ എഗ്രിമെൻറ്റ് ചെയ്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് പേപ്പറുകളുടെ ഒരു കോപ്പി അതായത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പേപ്പറില്ല, പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയേക്കാം. അടുത്ത റൂമിൽ എന്താണ് കുറച്ച് മോഡ് നടക്കുമ്പോൾ ഇവിടെ കുവൈത്തി ഹൗസ് എന്ന് പറഞ്ഞിട്ട് മുമ്പത്തെ കുവൈത്തി ഹൗസ്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡെമോ ആയിരിക്കും. ഒരു പഴയ റേഡിയോ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഓൾഡ് സേഫ്, അതുപോലെ സേഫ് ലോക്കറാകും. ഈ റൂമിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കുവൈറ്റി റൂമിൽ അവർ വെച്ചിരുന്ന സാധനങ്ങൾ അതെങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഐറ്റംസിൻ്റെ ഒരു ഇതെല്ലാം ഓൾഡ് സാധനം തന്നെ കേട്ടോ, പുതിയതായിട്ട് വെച്ചൊന്നല്ല, ചില കാര്യങ്ങൾ മാത്രം. ബാക്കിയല്ലേ അവർ മുമ്പ് ഉപയോഗിച്ച സെയിം സാധനം തന്നെയാണ് അവരുടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി, ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാൻ പറ്റില്ല, അപ്പോൾ അത് കാണിക്കാൻ പറ്റിയത് ഇവർ ഈ റൂമിൽ ഇവർ കൊണ്ടുവച്ചില്ല. അപ്പോൾ അടുത്ത നെക്സ്റ്റ് റൂമിലേക്ക് പോയേക്കാം. റൂമിന് ശേഷം ഇവിടെ ചെറിയൊരു അമ്മയാണ് കേട്ടോ, അത് ചായ ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് ഒരു കുഞ്ഞിനായിട്ട് റൂട്ടിലാക്കിയിട്ട്. മുമ്പത്തെ അവരെ വീട് മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്ന കുട്ടികളുടെ കുറച്ച് പിക്ചേഴ്സ്. പിന്നെ ഇവിടെ ഞാൻ ഒന്ന് കണ്ടത് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു ടെക്നിക്കാണിത്, മീൻ പിടിക്കുന്നത്.
ഇതുപോലെ ഒരു വലയുണ്ടാക്കി ഇതുപോലെ കടലിൻ്റെ സൈഡിൽ, അതാണ് ഈ പിക്ചർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. ഇവിടെ ഒരു മീനിനെ ഇത് കാണുന്നുണ്ട്. തന്നെ മീനിനെ പിടിച്ച് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നത് പല ടെക്നിക്സ് പോയി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് മുമ്പ് ഉപയോഗിച്ചതിൻ്റെ ഒരു ഡെമോ ഇവിടെ ചെയ്തു വെച്ചൊന്നുമില്ല അവർ. കണ്ടിലൊന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിൽ കണ്ടൊരു സാധനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഓർമ്മയാണ്, കുട്ടിക്കാലത്ത് നമ്മുടെ കത്തി മൂർച്ചയാക്കുന്ന സാധനമാണ്. സെയിം സാധനം കൊണ്ടാണ് മറ്റേ വരുത്തുണ്ട് ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഓൾഡാണ്, അത് പുതിയത് ചെയ്ത് കിട്ടുന്നില്ല. സെയിം ഓൾഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെ ചെറിയ റൂമുണ്ട്. ആ റൂമിൽ ഇസ്ലാമിക് ആയിട്ടുള്ള മുമ്പത്തെ അവർ ഉപയോഗിച്ച ഖുറാൻ, അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള മതങ്ങൾ പഠിക്കാനാണ് ഉപയോഗിച്ച കുറച്ച് ഗ്രന്ഥങ്ങളുടെ കോപ്പി, അങ്ങനത്തെ ഐറ്റംസാണ് ഇസ്ലാമിക് ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടെന്ന് പറഞ്ഞാൽ ഖുറാനിൻ്റെ കുറേ അവശിഷ്ടങ്ങളല്ല, ഇതുമായിട്ട് തന്നെ ഒറിജിനൽ തന്നെ ഉണ്ട്. അവർ ഹാൻഡ് റൈറ്റനായ ഖുറാൻസ് അവരെല്ലാം ഇവിടെ നല്ല ഭദ്രമായിട്ട് തന്നെ ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, നോക്കാം. ആകെ ചിലവേ ഉള്ളൂ, കാരണം ഒരു കേടി എൻട്രൻസ് ഫീ വരുന്ന, പിന്നെ ക്യാമറയ്ക്കോ അതിനായിട്ടുള്ള പുതിയ ചാർജസ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല. പിന്നെ ഇവരെല്ലാ ക്യാമറസ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു മുമ്പത്തെ കാലത്തെ ചരിത്രത്തിലെ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് കാണാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ക്യാമറ റൂം, ഒരു തിയേറ്റർ മാതിരി കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ഒന്ന് പോയേക്കാം. കാരണം മുമ്പ് അത് ഉപയോഗിച്ച ക്യാമറാസ് ഉണ്ട്, അപ്പോൾ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന ക്യാമറകളാണ്. തിയേറ്ററിൻ്റെ ക്യാമറ ഫോട്ടോ ലെൻസിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റൂമിലേക്കൊന്ന് പോയേക്കാം നമുക്ക്. കുവൈറ്റ് നാഷണൽ സിനിമ കമ്പനി, ഫസ്റ്റ് സിനിമ കമ്പനി വന്നു. പുള്ളി ഷെയ്ഖന്മാർ ഫോട്ടോസാണ്. മുമ്പ് ഉപയോഗിച്ച ക്യാമറ ഐറ്റംസിൻ്റെ ചില പാർട്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്സ് നമുക്ക് കാണിക്കാം.
നെക്സ്റ്റ് വരുന്ന റൂം കിച്ചൺ. കിച്ചൺ അഡ്മിസൽ റൂം എന്താണ് അവർ പോകുമ്പോൾ കിച്ചണിൽ ഉപയോഗിച്ച പാത്രങ്ങൾ അതിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്സ്. ഈ റൂമിൽ വരുന്നത് ഇങ്ങനത്തെ പാത്രം ഐറ്റംസുകളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. നെക്സ്റ്റ് റൂമിലേക്ക് നോക്കാം. ഇപ്പോൾ തോഷീബിൻ്റെ ഒരു സാധനമുണ്ട്, പക്ഷെ അത് നമുക്കെന്ത് ടി വി ആണോ, പക്ഷെ അതെന്തെന്ന് അറിയുന്ന അവർ കമൻറ്റ് ബോക്സ് ഇടാൻ. എനിക്കറിയാത്തുള്ളൂ കേട്ടോ, ഞാനതിൽ ചോദിച്ച് കാണിച്ചു തരാം. കുറച്ചുകൂടി വന്നെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് കിണർ, പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന കിണർ, മീൻസ് കിണറിന് വലിയ ദോഹമൊന്നുമില്ല, ജസ്റ്റ് അവർ ഉപയോഗിച്ചിരുന്ന വെള്ളം കോരാനുള്ള ഐറ്റംസ് അതാണ് ഇതിൻ്റെ. ഒരു കോഴിയുണ്ട്, അവർ ഇവിടുന്ന് വെള്ളം കോരി ഇതിലേക്ക് ശേഖരിക്കലാണ് അവർ. അപ്പോൾ ആ ശേഖരിക്കുന്ന ഇതാണ് പാത്രം ഐറ്റംസ്. പഴയ ഒരു വാഷിംഗ് മെഷീനാണ് കേട്ടത്. സാധാരണഘട്ടത്തിൽ 70s 80s ആ ടൈമായിരിക്കണം കോപ്പർ ഉപയോഗിച്ച റെഫ്രിജറേറ്റർ അവർ ആ ടൈമിൽ യൂസ് ചെയ്ത AC കളിമണ്ണുണ്ടാക്കിയത്, കളിമണ്ണുണ്ടാക്കിയ പാത്രങ്ങൾ, പിന്നെ അവർ ഉപയോഗിച്ച ആ ടൈമിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ്. അവർ കിച്ചൻ്റെ വേറൊരു സ്റ്റോർ റൂമുണ്ട്, നമുക്കത് നോക്കാം. കിച്ചൻ്റെ ബാക്കിയുണ്ട് കേട്ടോ, കിച്ചൻ്റെ ബാക്കിയുടെ സ്റ്റോർ റൂമായിരിക്കും. സ്റ്റോർ റൂം അടുക്കള തന്നെ, കിച്ചൺ തന്നെ. അപ്പോൾ അവിടുത്തെ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, പാത്രങ്ങൾ, അതാണ് ഈ റൂമിൻ്റെ മെയിൻ. പക്ഷേ നല്ല ഭംഗിയോടാക്കിയിട്ടുണ്ടായി സംഭവം. തീ കത്തുന്നതാണ്, അത് ലൈറ്റാണ്, ലൈറ്റ് ഐറ്റംസ് വെച്ചതായിരുന്നു. വെയിൽ ഒരു കിച്ചൻ്റെ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻ്റെ അതിനെ കുറിച്ചുള്ള ചെറിയൊരു ഇത് കാണിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലൊക്കെ ചെയ്ത്. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതറിയില്ല, അതുകൊണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അവർ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് ആക്കി വെച്ചിട്ട്, ഡെമോ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഒരു പ്രതിമയും വെച്ചിട്ട് മീൻ ശേഖരിക്കുന്ന ആ ഒരു ബോക്സാണത്. പിന്നെ അവിടെ ബോട്ടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസുകൾ അവരെ നിർമ്മിക്കാനുള്ള, കാരണം മരത്തിലുണ്ടാക്കി ബോട്ടായതുകൊണ്ട് അത് നിർമ്മിക്കാനുള്ള ഐറ്റംസാണത്. ഇത് കപ്പിത്താനായിരിക്കും നല്ലതായിരുന്നു അതിൻ്റെ ഫോട്ടോ. ഒന്ന് ഉപയോഗിച്ചിരുന്ന അവരുടെ ടോയ്ലറ്റ്, കപ്പലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ് ചെറിയ പിക്ചറുണ്ട്. ഇത് ഫുട്ബോൾ ബോക്സ്, പിന്നെ ഇതാ കയർ കെട്ടുന്ന ഐറ്റംസാണ്. ഈ ഷിപ്പിൻ്റെ ഒരു മോഡൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ചെറിയൊരു ശേഖരണം. അതുപോലത്തെ ഇപ്പുറ സൈഡും ഉണ്ട്, അതുപോലത്തെ ശേഖരണം. അത് ബോട്ടിൻ്റെ ഇഞ്ചിൻ്റെ ഐറ്റംസാണ്. ഉപയോഗിച്ചിരുന്ന ബോട്ടിൻ്റെ ഒരു ഷേപ്പ് മോഡലാണ് കേട്ടോ, അതുപോലത്തെ ആണ് പറഞ്ഞാൽ. ട്രാൻസ്പോർട്ട് ബോട്ട്, ഇങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ട് ബോട്ട് അങ്ങനെയായിട്ടുള്ള ഒരു 2 പിക്ചേഴ്സാണിത്. പിന്നെ അതിൻ്റെ ഒരു മോഡൽ ചെയ്ത് വെച്ചെന്നില്ല, ഒറിജിനലായിട്ടൊന്നും. പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ ഒരു സിസ്റ്റമാണ് കേട്ടോ, അതിവിടെ എടുത്ത് വെച്ചെന്നു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച
പാത്രം അതേപോലത്തെ ഒന്ന് ഒരു ബോക്സ് പാത്രങ്ങൾ ഫുഡ് ഐറ്റംസ് ആയിരിക്കണം വെക്കുന്നതായിരിക്കും. എന്താണോ അതെന്ത് നല്ലത് കോമ്പസ് ഐറ്റംസ് ദിശ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഈ റൂമിൽ മെയിനായിട്ട് ഷിപ്പിൻ്റെ അല്ല ബോട്ടിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നുണ്ട്. മീൻസ് അവർ മുമ്പത്തെ അവർ ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ ന്യൂ ജനറേഷന് കാണാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ച കുറച്ച് നടത്തുന്നു. അപ്പോൾ ഇപ്പം അവർ ഇത് ശേഖരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ മ്യൂസിയത്തിൽ. അപ്പോൾ മെയിനായിട്ട് ഈ റൂമിൽ അതാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഈ ഭാഗത്തിലെ റൂമിൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞ് നമുക്ക് അവർ കിച്ചൺ ഉപയോഗിച്ചിരുന്നത്, പിന്നെ അവർ റൂം, ഹാള്, ഡൈനിങ് ഹാള് അതെല്ലാം മുമ്പ് ഇവർ ചരിത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു മ്യൂസിയമാണ് ഈ മ്യൂസിയം. അതിൽ കുറച്ച് ഓൾഡ് ഐറ്റംസ് ഇവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച ക്യാമറകൾ, അതാണ് മെയിൻ. ഖുറാനുണ്ട് ഇവിടെ. എല്ലാ ഐറ്റംസുകളും ഇവർ ഈ മ്യൂസിയത്തിൽ ഇവർ വെച്ചപ്പോൾ കാണുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് വരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ മാപ്പ് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് വരാം. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന സ്ഥലമാണ്. കാണാം ഒരു കുറച്ച് തോക്കുകൾ വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവരുടെ ഫീലിംഗ് കുറച്ച് വടിമരുന്ന് ഇട്ട് വെക്കുന്ന ഗണ്ണാണത്. പിന്നെ പിസ്റ്റൾസ് ഐറ്റംസ് ഇങ്ങനെ. ഇത് അവർ മുമ്പ് അവർ ഉപയോഗിച്ച് ഹിസ്റ്റോറിക്കൽ വെപ്പണാണിത്. മറ്റേ വെടിമരുന്ന് ഇട്ട് പൊട്ടിക്കുന്നതൊക്കെ ആ ഗൺസാണത്. അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ പിക്ചേഴ്സ് ഇവർ ഓൾഡ് ഗണ്ണ് ഒറിജിനലായിട്ടാണ് വെച്ചിട്ടുണ്ട് അവർ. കൊക്കോല, പെപ്സി അവരുടെ അഡ്വർടൈസ്മെൻ്റ് ബോർഡിൻ്റെ ഒരു ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾഡ് അവർ ഉപയോഗിച്ചിരുന്ന അതുപോലെ കുപ്പി സോഡ പോലൊരു ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ നാട്ടിൽ മാത്രമേ ഇവിടെയുള്ളൂ കുപ്പി സോഡ. സോഡാസ്, ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ ഇതാണ് കവർ. ഓപ്പണറിൻ്റെ പല ഡിസൈൻസ് മുകളിലേക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഡിസൈൻസ്, അതിൻ്റെ കളക്ഷൻസ്. അത് പെപ്സി ഒക്കെ പോലെ സ്ഥലത്തെന്നൊക്കെ പറഞ്ഞാൽ കുറേ കൊല്ലങ്ങൾക്കായി ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഐറ്റംസ് കളക്ഷൻസ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് ബോക്സാണ്. അപ്പോൾ ഉപയോഗിച്ച ബോക്സ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഇത് ബോർഡ് അവർ അഡ്വർടൈസ്മെൻറ്റ്. പോലെ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ച ബോക്സാണ് ഫ്രീസർ. അതുപോലെ വേറെ ബോക്സ് കൂടി ഉണ്ട്.
അതിൻ്റെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സൂം അതിൽ ചെറിയൊരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എല്ലാ മൃഗത്തിൻ്റെ സ്കിന്ന് ഒറിജിനൽ ആട്ടോ. അത് സ്കിന്നുള്ള ഒറിജിനലാണ്. ചുണ്ട് നല്ല സ്പോഞ്ചോ ഐറ്റംസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് പെൻഗ്വിൻസ് ഐറ്റം സൈസ് അതിൻ്റെ ഒരു ചെറിയൊരു നെക്സ്റ്റ് ഡോർ പക്ഷികളാണ്. എല്ലാ ഐറ്റം ബേർഡ്സും അതിൻ്റെ പേരുകൾ എല്ലാവരും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കളക്ഷൻസ് സ്കെൽട്ടൺ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വരുന്ന ചെറിയൊരു സ്ഥലമാണ്. ചെറിയ ഒരു പക്ഷേ അതിൻ്റെ നമുക്ക് മനസ്സിലായി അത് ഉറുമ്പിൻ്റെ കൂടാട്ടോ ഉറുണ്ടാക്കിയ. പക്ഷെ നല്ല മനോഹരമായിട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് നമ്മൾ സിഗ്നേച്ചർ ഷോട്ട് വരുന്നുണ്ട് അതിൽ. വർക്ക് വളരെ മനോഹരമായി കേട്ടോ. ഇതിനുള്ളിൽ പോയാൽ ആ ഫീൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോകണം എന്നല്ല മനസ്സിലായി. ഇപ്പോൾ ക്യാമറയിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ലിമിറ്റില്ല ഇതിന്. അത് ഒന്നാമത് മൊബൈലിലാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്മോൾ ഇൻസെക്ട്സിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ. അതായത് ചെറിയൊരു സ്പൈഡറിൻ്റെ ചെറിയൊരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൂടാത്ത എല്ലാത്തിനെയും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ. ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു നോ പ്രോബ്ലം ഒരു ഷോട്ടിന് അടുത്തറിയാം മൊത്തത്തിൻ്റെ. സിമ്പിളായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കൊതുവാണെങ്കിൽ അതിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കളക്ഷൻസ് തന്നെയാണ് ഇല്ലേ. അവിടെ ഈ മൊബൈലിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. അത് വന്ന് കാണണം. നല്ല ചെറിയതായിട്ട് അതിൻ്റെ ഇത്. നെക്സ്റ്റ് റൂം പറഞ്ഞാൽ ബോഡി ഹ്യൂമൻ ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ അതിന് എല്ലാവരും കണ്ടിട്ടുണ്ട്. എക്സിബിഷനിൽ പോയി കണ്ട ഒരു കാര്യമാണ്. അതൊന്നും വലിയ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. ബോഡി ഏകദേശം ഏടെ എക്സിബിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. കുറേ കണ്ണും കുറേ മൂക്കും പണി. ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ കാണാം. പക്ഷെ ഞാൻ മിസ് ചെയ്യട്ടെ കേട്ടോ, അത് കണ്ടിട്ടില്ലായിരുന്നു. കയറുമ്പോൾ നല്ലൊരു പാത്രങ്ങളുടെ പോട്ടിൻ്റെ സമ്മേളനമാണ്. എല്ലാതരം കളക്ഷൻസാണ്. എല്ലാ കോഫീസിൻ്റെ അതിൻ്റെ സീഡ്, പിന്നെ ഈ ഐറ്റംസ് അറിയാലോ, മറ്റേ ഈ ഊതൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം, പിന്നെ കച്ചവടങ്ങളിൽ
ഉപയോഗിക്കുന്ന ത്രാസ്, ശേഖരിക്കുന്ന പാത്രങ്ങൾ, അതിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം പഴയതാണ്, ഒന്നും പുതിയതല്ലേ, എല്ലാം പഴയ കളക്ഷൻസ്. ഇപ്പോൾ കുറച്ച് സ്റ്റെബിലൈസേഷൻ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാർജ് തീർന്നു, ഏകദേശം വീക്കായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ശരി ഷെയ്ക്ക് കിട്ടുന്നത്. ഇത് ഇവിടെ വെക്കേണ്ടത് കൊണ്ടല്ല, പക്ഷേ ഇത് ഞാൻ കണ്ട ഈ മാക്കിറ്റോസിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. മീൻസ് ഓൾഡ്, പുതിയ മുതൽ ഇപ്പോൾ വലിയ ബോക്സ്, ഇപ്പോൾ വലിയ ബോക്സായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. പിക്ചേഴ്സ് അല്ല, ഒറിജിനൽ ബോക്സ് തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണിച്ചത്. അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ചുറ്റുമില്ല കാണാം. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഷോപ്പിൻ്റെ ഒരു ഷോപ്പാണ്, കച്ചവടം. ഇത് ഈ വീടിൻ്റെ ഈ മരപ്പണി ചെയ്യുന്ന അവരുടെ ഒരു ഐറ്റംസാണ്. ഇതിൽ കാണിച്ചിരുന്നത് ബാർബർ ഷോപ്പ് ഇതുപോലെയായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫർ, പിന്നെ സ്റ്റുഡിയോ, അവരുടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന അവരുടെ കുറച്ച് ടൂൾസ് ഐറ്റംസ്. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ആവുന്നു ഷോപ്പ്, ഇത് അവരുടെ ജാക്കറ്റ്സ്, അതിൻ്റെ ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു ഡെമോ. പിന്നെ പെർഫ്യൂമിൻ്റെ അത്തർ, അവരുടെ ചെറിയൊരു ഷോപ്പിൻ്റെ ചെറിയൊരു ഡെമോ. പിന്നെ ചെരുപ്പൂത്തി, ഓരോ ഐറ്റംസ്, അങ്ങനെ കച്ചവട ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളുണ്ട്. ചെരുപ്പ് റിപ്പയർ ചെയ്തതിൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ മുത്തുപാട് ഐറ്റംസാണ്, ജ്വല്ലറി ഷോപ്സ്, സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ അന്നത്തെ റഫ് ഒരു ഐറ്റംസ് ഇവിടെ ഉണ്ട്. പണ്ടത്തെ ഷൂവിൻ്റെ ഒരു ഷോറൂമാണ്, നല്ലൊരു മോഡലേഷൻ ഷൂ ഇല്ല, അതിന് ചെറിയ ഇതും. ഇതിന് മുമ്പ് കപ്പലവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് ഐറ്റംസ്, ലോക്കർ, പിന്നെ അവരുടെ ചുടി കെയറുകൾ, അവർ കപ്പൽ ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ
ചെറിയൊരു പോലീസ് സ്റ്റേഷൻ. ഇവിടെ പോലീസുണ്ട്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം. അതിന് ചെറിയ പിക്ചർ, മുമ്പത്തെ ഒരു പിക്ചർ ഇത് കാണാൻ കഴിയും. പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ചില ഗൺസ്, പിസ്റ്റൾ ഐറ്റം കംപ്ലൈൻസ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരാൾ മെഷീൻ ഗൺസ് ഉണ്ട് ബാക്കിൽ. വലിയ റൂം. വലിയ പോലീസ് ഓഫീസറെ റൂമാണ്. أنا بعثت وعود أحمد بزيارة هذه البلاد مرة أخرى وشاهدت التقدم على المنطقة وكنت أتضامن بالمثابرة والجد في شتى المناحي. കുവൈറ്റ് ഓയിൽ കമ്പനി. അപ്പോൾ ഓയിൽ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഐറ്റംസുകൾ, അതിൻ്റെ ഓൾ ഡ്രില്ലിംഗ് മെഷീൻസ് ഐറ്റംസ്, അതിൻ്റെ മുമ്പ് അവർ ഉപയോഗിച്ചതിൻ്റെ അതിൻ്റെ ചെറിയൊരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ചോളത്തുകൾ, കോറാണ്. അതിൻ്റെ പലതരത്തിലുള്ള കോറുണ്ട്. കോമ്പ 1960 ഉപയോഗിച്ച കോമ്പസാണത്. ഇവർ കുവൈറ്റുകൾ ഇവർ യാത്രയാകുമ്പോൾ ഇവർ എല്ലാവർക്കും ഒന്നും കൂടി, ഫ്രണ്ട്സെല്ലാം ഒരുമിച്ച് കൂടി അവർ പാട്ട് പാടി, ഡാൻസ് നൃത്തമാടി അതൊക്കെ ചെയ്യുന്ന കാര്യം. ആ ടൈമിന് ഉപയോഗിക്കുന്ന പല തഫ്, പിന്നെ വയലിന് കാണുന്നുണ്ട്, ഫ്ലൂട്ട്. അപ്പോൾ അവർ ആ ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ ചെറിയൊരു പിക്ചേഴ്സാണ് ആണ് കാണിക്കുന്നത്. റൂമിൽ മൊത്തം ആ ഒരു ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റൂമിൽ പറഞ്ഞാൽ നെക്സ്റ്റ് റൂമിൽ പോയേക്കാം. മുമ്പ് അവരുടെ സ്റ്റുഡിയോ ആണ്, സ്റ്റുഡിയോയുടെ ചെറിയൊരു പിക്ചർ കാണിച്ചറിയാണ് മുമ്പത്തെ. അവർ ചെറിയൊരു ഡെമോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്യാമറ തുണിയിട്ട് കുത്തി പിന്നീട് എടുക്കുന്ന ലെൻസ് ഊരി എടുക്കുന്ന പിക്ചർ. ആൾക്കാരിക്കും ഭാഗത്തൊരു ചെറിയൊരു കളക്ഷൻ ഇത് വെച്ചിട്ടുണ്ട് അവിടെ. നടന്ന് തളർന്നു. ഇവിടെ കുറേ കാണുമ്പോൾ ചെറിയ സ്ഥലമാണെങ്കിലും ഇത് കുറേ കാണാനുണ്ട്, കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുവൈറ്റിലുള്ളവർ എന്തായാലും ഈ മ്യൂസിയം കാണാൻ വരണം. ഇത് ബൈത്തൽ ഉത്മാൻ എന്ന് പറഞ്ഞ ഹവേലിയിലുള്ളൊരു മ്യൂസിയമാണ്. ഇവിടുത്തെ മുമ്പ് കുവൈറ്റ് ജീവിച്ച ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ സാധനങ്ങളും സംഭവങ്ങളും ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് മനസ്സിലാവും മുമ്പ് എങ്ങനെ ജീവിച്ചത്, അതിനെക്കുറിച്ച് ഡെമോ ഇതാണ് ഇവിടെ കാണിക്കുന്നത്.
ചില എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കുവൈറ്റിൽ കാണുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ്റെ മാപ്പ് ഇടുന്നുണ്ട്. ഇപ്പോൾ കുവൈറ്റിൽ എവിടെ എല്ലാവരും ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് അവർക്ക് ആ ലൊക്കേഷൻ കാണിച്ചു തരും. കാരണം ഒരു എളുപ്പം വഴിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പോൾ ഫ്രീ ടൈംസ് ഉണ്ടെങ്കിൽ, കാരണം കുവൈറ്റിലാകെ കാണാനുള്ളത് കുറച്ചേ ഉള്ളൂ, നല്ലവണ്ണം സ്ഥലങ്ങളൊന്നുമില്ല കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുള്ളത് നമ്മൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണാം. കാരണം ഇവിടെ ക്യാമറ അലൗഡാണ്. പിന്നെ ഇവിടെ അതിന് എക്സ്ട്രാ ചാർജ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടീവ് ആയതാണ്. ചില ഏരിയയിൽ ഞാൻ പോകുമ്പോൾ ചിലയിടത്ത് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ പുറത്തെടുക്കുമ്പോൾ തന്നെ അവർ പറയും എടുക്കാൻ പാടില്ല, സെക്യൂരിറ്റി വാങ്ങാൻ പാടില്ല, അതാണ് ഇതാണെന്നുള്ളത്. പിന്നെ ഇവിടെ എല്ലാ മാളിലും ഇപ്പോൾ വാക്സിനേഷൻ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ വാക്സിനേറ്റഡ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് ഈവനിങ് ടൈം കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആൾക്കാർ എന്തായാലും കുറവാണ് ഇവിടെ. പിന്നെ അധികം ആൾക്കാരും ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് ഇങ്ങനെ തിരിച്ച് പോകാമെന്നല്ലാതെ ഇവിടെ കുറേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് കാണാൻ പോവാം. ഒരു ഏകദേശം 1 hour 2 hours ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പം ജീവിതത്തിൽ ഇതല്ലേ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇങ്ങനെ ജീവിച്ച് പോയി മോർണിംഗ് എണീച്ച് വാഷ്റൂം പോയി പിന്നെ വർക്ക് ചെയ്തു, പണി, ശമ്പളം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓരോരോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. എന്നുവെച്ചാൽ പുറത്ത് പോവുക, കാഴ്ചകൾ കാണുക. പിന്നെ ഇങ്ങനെ അടുത്തുള്ള ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐറ്റംസ്, മ്യൂസിയമോ സൂവോ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് വീഡിയോ എൻ്റെ കുവൈറ്റ് സൂ എന്ന പല ഇതും വരുന്നുണ്ട് ഇവിടുത്തെ. അപ്പം ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പല തെറ്റുകളും കാണും. കാരണം ഞാനൊരു എക്സ്പീരിയൻസ് ആയ ഒരാളല്ല. കാരണം ഞാൻ ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ മെയിൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി. എനിക്ക് എൻ്റെ താല്പര്യം പണ്ടേ ഉള്ള താല്പര്യമാണ്. പിന്നെ വീഡിയോയിലേക്ക് എത്തി എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിലെല്ലാം ഐറ്റംസും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഈ ഒരു സന്ദർഭം വന്നത്. പിന്നെ ഇവിടുത്തെ കുവൈറ്റിലെ കൂടുതലൊന്നുമില്ല കാണിക്കാൻ, എന്നാലും കുറച്ച് എനിക്ക് പറ്റുന്നത് ഞാൻ കാണിക്കും എൻ്റെ ഈ ചാനലിലൂടെ. ആ മെയിൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു എവരിബഡി, ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ഞാനിവിടെ വരേണ്ട വഴി എങ്ങനെ പറഞ്ഞു, എന്നെ പോകേണ്ട വഴി എങ്ങനെ അറിയോ? പോകേണ്ട വഴി എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും എങ്ങനെ പോകേണ്ടത് കേട്ടോ.